എൻ്റെ കോളേജ് ടൈമിൽ ചെത്തി നടന്നിരുന്ന എൻ്റെ സ്കൂട്ടി സൗദിയിൽ ജോലി ആയതിൽ പിന്നെ വെക്കേഷന് നാട്ടിൽ പോകുമ്പോൾ മാത്രം പൊടി തട്ടി എടുക്കുന്ന ഒരു സാധനമായി മാറിയത്. അങ്ങനെ ഇരിക്കെ എൻ്റെ ബ്രദറിന് ഛത്തീസ്ഗറിൽ ജോലി കിട്ടി. അപ്പോൾ അവൻ്റെ യാത്രാ ആവശ്യങ്ങൾക്ക് യൂസ്ഫുൾ ആകുമല്ലോ എന്നോർത്ത് ഇത് അങ്ങോട്ടേക്ക് അയക്കാനുള്ള പരിപാടിയാണ് ഈ കാണുന്നത്. ഇന്ത്യൻ റെയിൽവേ പാർസൽ സർവീസസ് യൂസ് ചെയ്തുകൊണ്ട് ടു വീലർ അയക്കുന്നത് വളരെ എളുപ്പമായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഇതിന് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എല്ലാം തന്നെ ഓൺലൈനും അവൈലബിൾ ആണ്. അതുപോലെ നമ്മളവിടെ കൗണ്ടറിൽ പോയി ചോദിച്ചപ്പോഴും നമുക്ക് വേണ്ട പോലുള്ള ഗൈഡൻസ് തന്നിട്ടുണ്ടായിരുന്നു. അയക്കുന്നതും റിസീവ് ചെയ്യുന്നതും ഒരേ ആളാണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ചില സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സെയിം ട്രെയിനിൽ തന്നെ അത് കൊണ്ടുപോകാനും സാധിക്കും. ബട്ട് സ്പേസ് മാറ്റേഴ്സ്. ടു വീലർ ഫ്ലോർ സ്പേസ് തന്നെ ആവശ്യമായിട്ടുള്ള ഒന്നായതുകൊണ്ട് ചിലപ്പോൾ അടുത്ത ട്രെയിനിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. എന്നിരുന്നാൽ പോലും അയക്കുന്നതും റിസീവ് ചെയ്യുന്നതും സെയിം ആളാണെന്നുണ്ടെങ്കിൽ അവിടെ വേറെ കൂടുതൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. പക്ഷെ നമ്മുടെ കാര്യത്തിൽ അനിയൻ ഛത്തീസ്ഗറിൽ എത്തിയതിന് ശേഷം നമ്മൾ ഇവിടുന്ന് അയക്കുന്നതായതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടി വന്ന 2 എക്സ്ട്രാ കാര്യങ്ങൾ. ഒന്ന് ഓതറൈസേഷൻ ലെറ്റർ, പിന്നെ ഇതിൻ്റെ സ്ലിപ്പും വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സും കീയും എല്ലാം കൂടി പിന്നീട് നമുക്ക് കൊറിയർ അയക്കേണ്ടി വന്നു. ഇനി മെയിൻ പ്രൊസീജിയേഴ്സ് പറയാം. റെയിൽവേ സ്റ്റേഷനിൽ ഇന്ത്യൻ റെയിൽവേ പാർസൽ സർവീസസിൻ്റെ കൗണ്ടറിൽ നിന്നും നമുക്കൊരു ഫോം കിട്ടും. അതിൽ അയക്കുന്ന ആളുടെയും റിസീവ് ചെയ്യുന്ന ആളുടെയും കോൺടാക്റ്റ്, അഡ്രസ്സ്, അതുപോലെ വണ്ടിയുടെ ഡീറ്റെയിൽസ്, കൂടെ തന്നെ വണ്ടിയുടെ വെയ്റ്റും ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം. അങ്ങനെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും ഡാഡി അടുത്തുള്ള കടയിൽ നിന്നും വണ്ടി കവർ ചെയ്യാനുള്ള ചാക്കും കയറുമൊക്കെ വാങ്ങിയിട്ട് വന്നു. സോ ഇനി വണ്ടീനെ ഒരുക്കുന്ന പരിപാടിയാണ്. വണ്ടിയിൽ നിന്നും എടുത്തു മാറ്റിയ പെട്രോൾ അവർ നമ്മുടെ കാറിൽ ഒഴിച്ച് തന്നു കേട്ടോ. ഇനിയൊരു 4-5 മണിക്കൂർ അങ്ങനെ ഡ്രൈ ആവാൻ വെച്ച് കഴിഞ്ഞാണ് അവരിത് കവർ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. പിന്നീട് ഈവനിങ് നമ്മൾ പോയപ്പോഴേക്കും വണ്ടിയൊക്കെ കവർ ചെയ്ത് അതിൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പറും റെഫറൻസ് നമ്പറും എല്ലാം എഴുതി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ടൈമിലാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ടു ഡെസ്റ്റിനേഷൻ 2 സ്റ്റേഷൻസും തമ്മിലുള്ള ഡിസ്റ്റൻസും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ടോട്ടൽ എമൗണ്ട് വരുന്നത്. പേയ്മെൻറ്റ് ഓൺലൈനാണ്. ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. ഇന്ത്യൻ റെയിൽവേ പാർസൽ സർവീസ് വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടാണ് നമുക്ക് തോന്നിയത്. പക്ഷേ ആ റെയിൽവേ സ്റ്റേഷനിലാകെ പറ്റാത്ത ഒരേ ഒരു കാര്യം ഈ മരത്തിൻ്റെ മേലെ ഇരുന്ന പക്ഷികൾ നമ്മുടെ വാഹനങ്ങളെയും ഡ്രസ്സും തലയും ഒക്കെ അലങ്കരിക്കുന്നത് മാത്രമാണ്. ജോക്സ് അപ്പാർട്ട്, ടു ബി ഓണസ്റ്റ്, ഇന്ത്യൻ റെയിൽവേ പാർസൽ സർവീസസ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് ബൈ ട്രെയിൻ 2 വീലർ അയക്കുന്നത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. സോ എന്നെപ്പോലെ ഇതിനെപ്പറ്റി നേരത്തെ അറിയാത്തവർക്ക് ഇത് ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.